സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും നിരന്തരം വിമർശിക്കുന്ന ജേക്കബ് തോമസ്. പലപ്പോഴായി സർക്കാരിനെ വിമർശന ശരങ്ങളിലൂടെ വെള്ളം കുടിപ്പിച്ച ജേക്കബ് തോമസ് ഇപ്പോൾ ഇതാ ഒരിടവേളയ്ക്ക് ശേഷം ജേക്കബ് തോമസ് വീണ്ടും ചർച്ചയാവുകയാണ്. സർക്കാർ നയങ്ങളെ പരസ്യമായി വിമർശിച്ചും പ്രസ്താവനകൾ നടത്തിയും പലപ്പോഴായി പിണറായി സർക്കാരിനെ വിറപ്പിച്ച ജേക്കബ് തോമസിന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള സജീവ ചർച്ചകളിലാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും. മുൻ DGP ജേക്കബ് തോമസിനെതിരായ ഡ്രഡ്ജർ അഴിമതി കേസിന്റെ അന്വേഷണം ജൂൺ 30-നകം പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി. അതിനപ്പുറം സമയം നീട്ടി നൽകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജൂലൈ 15-ന് ഹർജി പരിഗണിക്കുന്നതിന് മുൻപായി അന്വേഷണ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ കൈമാറാൻ സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേസിലെ കൂട്ടുപ്രതിയായ ഡച്ച് കമ്പനിയായ IHC ബീവറിനെ കുറിച്ചുള്ള വിവരങ്ങൾ തേടി കേന്ദ്രത്തെ സമീപിച്ചെന്ന് സംസ്ഥാനം സുപ്രീം കോടതി അറിയിച്ചു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലെറ്റർ റോഗറ്ററി കൈമാറി. നേരത്തെ കൈമാറിയിരുന്ന ലെറ്റർ റോഗറ്ററി സാങ്കേതിക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രം മടക്കിയിരുന്നു. പിന്നീട് പുതിയ ലെറ്റർ റോഗറ്ററി കൈമാറിയെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജയന്ത് മുത്തരാജ്, സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹർഷത് വി ഹമീദ് എന്നിവർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഇതിൽ കേന്ദ്രത്തിന്റെ മറുപടി ലഭിച്ചിട്ടില്ലെന്നും സംസ്ഥാനം കോടതിയിൽ വ്യക്തമാക്കി. അന്വേഷണം ജൂൺ 30-നകം പൂർത്തിയാക്കണമെന്ന ഉത്തരവ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന് സുപ്രീം കോടതി അനുമതി നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥനായ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിലെ DYSP K പ്രശാന്തിനാണ് സുപ്രീം കോടതി അനുമതി നൽകിയത്. 3 വർഷവും 7 മാസവും 19 ദിവസവും അന്വേഷണം നടത്തിയിട്ടും വിജിലൻസിന് ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ജേക്കബ് തോമസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ A കാർത്തിക് കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അതിനാൽ അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം നൽകരുതെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവസാന അവസരം എന്ന നിലയിലാണ് അന്വേഷണം പൂർത്തിയാക്കാൻ ജൂൺ 30 വരെ സമയം നീട്ടി നൽകുന്നതെന്ന് കോടതി വ്യക്തമാക്കി. കേസിലെ പരാതിക്കാരനായ സത്യൻ നരവൂരിന് വേണ്ടി അഭിഭാഷകൻ കാളീശ്വരം രാജ് ഹാജരായി.